തിരുഹൃദയമേ തീരാത്ത സ്നേഹമേ ആകാശം പോലല്ലോ. ഈശോയിലേറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, പണ്ടൊക്കെ സെമിനാരികളിലും നമ്മുടെ ഭവനങ്ങളിലൊക്കെ ഞങ്ങൾ ചൊല്ലിത്തുടങ്ങുന്ന പ്രാർത്ഥന തന്നെ ഈശോയുടെ ദൃഹൃദയം എന്നുള്ളതാണ്. അന്ന് ആവേശത്തോടു കൂടെ ഞങ്ങളെല്ലാവരും ഒരേ സ്വരത്തിലും ഒരേ രീതിയിലൊക്കെ ചൊല്ലുമായിരുന്നു. എൻ്റെ ഹൃദയം അങ്ങേ ഹൃദയം പോലെ ആക്കണമേ എന്നൊക്കെ. ജൂൺ മാസം എന്നത് ഈശോയുടെ ദൃഹൃദയത്തിന് പ്രത്യേകമായി പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള മാസമാണ്. അതുകൊണ്ടാണ് നമ്മുടെ പള്ളികളിൽ വണക്കത്തിൻ്റെ പ്രാർത്ഥനയും നമ്മുടെ ഭവനങ്ങളിൽ തിരുഹൃദയ കൊന്ത പോലും നമ്മൾ ചൊല്ലുന്നത്. ഹൃദയം ഹൃദയത്തോട് സംസാരിക്കുന്ന ഈ ഒരു മാസത്തിൽ എനിക്ക് തോന്നിയത് ഈശോയുടെ ദൃഹൃദയത്തിൻ്റെ ചില സ്വപ്നങ്ങളെക്കുറിച്ചോ അതിലുപരി ആഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കണം എന്നാണ്. സാമൂഹ്യ മാധ്യമത്തിൻ്റെ കാലഘട്ടമാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ യൂട്യൂബിൽ വന്ന മനോഹരമായൊരു വീഡിയോ ഉണ്ടായിരുന്നു. ഒരു ചെറുപ്പക്കാരൻ്റെ ട്രാവൽ വ്ളോഗിനെ കുറിച്ചുള്ള യാത്രാ വിവരണം. ഇവൻ്റെ പ്രത്യേകത, ഇവൻ ഇന്ത്യ മുഴുവൻ അവൻ്റെ ബൈക്കിൽ സഞ്ചരിച്ചൊരു യുവാവാണ്. അങ്ങനെ ഇന്ത്യ മുഴുവൻ കറങ്ങി അവൻ്റെ അടുത്ത സ്വപ്നം ആഫ്രിക്കയിലേക്ക് പോകണം എന്നുള്ളതാണ്. അങ്ങനെ അവൻ ആഫ്രിക്കയിലേക്ക് ചെല്ലുന്നു. ആഫ്രിക്കയിൽ ചെന്നിട്ട് അവിടെ അവൻ കണ്ടത് മുഴുവൻ ഒത്തിരി പാവങ്ങളുടെ ദാഹജലത്തെക്കുറിച്ചുള്ള കുറേ സങ്കടങ്ങളൊക്കെയാണ്. കുടിക്കാൻ ജലമില്ല. അവൻ പിന്നീട് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന് രണ്ടാമത്തെ യാത്ര അതേ രാജ്യത്തിലേക്ക് തന്നെ തൻ്റെ വാഹനത്തിൽ ആരംഭിക്കുകയാണ്. കിണറുകൾ കുഴിക്കാനുള്ള യന്ത്രങ്ങളും കുറച്ച് സാമഗ്രികളും കൊണ്ടാണ് ഇവൻ യാത്ര തിരിക്കുന്നത്. അവൻ ആഫ്രിക്കയിലെ കൊച്ചു ജനങ്ങൾക്ക് ഏകദേശം 9 കിണറുകൾ കുഴിച്ചുവെന്നാണ് ഈ അടുത്ത സാമൂഹ്യ മാധ്യമങ്ങളിൽ വായിച്ചത്. ആഫ്രിക്കയിലെ കുഞ്ഞു മക്കൾക്ക് മുമ്പിൽ ഈ യുവാവ് ഇന്നും ഒരു യേശുവിൻ്റെ ദൃഹൃദയമുള്ള ഒരു ചെറുപ്പക്കാരനാണ്. നല്ല ഹൃദയമുള്ളവർക്കാണ് മുറിവേറ്റ ഹൃദയത്തെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സമരിയക്കാരി സ്ത്രീ നോക്കിക്കേ, അവളുടെ മുറിവേറ്റ ഹൃദയം ഈശോ മനസ്സിലാക്കി ആ മുറിവിന് പറ്റിയ തൈലം ഈശോ കൊടുക്കുകയാണ്. ബെത്സൈദ കുളക്കടവിലെ തളവാത രോഗി, അവൻ കഴിഞ്ഞ വർഷങ്ങളായി മുറിവേറ്റ് കിടക്കുന്നവനാണ്. അവൻ്റെ മുറിവേറ്റ നിരാശപ്പെട്ട ഹൃദയത്തെ ഈശോ തൊട്ടുണർത്തുകയാണ്. ഇങ്ങനെ വചനത്തിലെ പലയിടത്തും ഈശോ ഈ മുറിവേറ്റ ഹൃദയങ്ങളെ മനസ്സിലാക്കി ആ മുറിവിന് തക്ക തൈലം കൊടുത്ത് അവരെ ഉന്മേഷവാന്മാരാക്കി മാറ്റുകയാണ്. ഈ ജൂൺ മാസം നമ്മളുമായി തീരേണ്ടത് ഈശോയുടെ ഹൃദയത്തിലേക്കുള്ള സങ്കല്പത്തിലേക്കാണ്. എൻ്റെ ചുറ്റുപാടുമുള്ള ജനങ്ങളിൽ മുറിവേറ്റവരെ കണ്ടെത്തുക. എൻ്റെ കുടുംബത്തിൽ അമ്മയിൽ, അപ്പനിൽ, എൻ്റെ ചേട്ടനിൽ, സഹോദരങ്ങളിൽ മുറിവേറ്റ എന്തെങ്കിലും മേഖലകളുണ്ടെങ്കിൽ അതിനൊന്ന് കേൾക്കുക. ഒരു മനുഷ്യത്വമുള്ള ഒരു മകനായി, മകളായി, ഒരമ്മയായി, അപ്പനായി മാറാൻ നമുക്ക് പറ്റട്ടെ. ഹൃദയം ഹൃദയത്തോട് സംസാരിക്കുമ്പോൾ ഒരു മനുഷ്യത്വമുള്ള വിശാലമുള്ള ഹൃദയം തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ ദൃഹൃദയമേ, എൻ്റെ ഹൃദയം അങ്ങേ ഹൃദയം പോലെ ആക്കണമേ. എല്ലാവർക്കും തിരുഹൃദയത്തിൻ്റെ എല്ലാ പ്രാർത്ഥനാ മംഗളങ്ങളും.